ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡേ ഇസ് April 4th. അതിന് പറ്റിയ ദിവസമാണ്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 year ആണ് ഇന്ന്. സോ ഞങ്ങൾ എവിടെയും പോയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല, കാരണം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഹീ ഈസ് അറ്റ് ഹോം. സോ ഞാൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വഴിയേ പറയാം. സോ ഹീ ഹാസ് നോ ഐഡിയ അബൌട്ട് ദിസ്. പാവം 5 പാവം കിടന്നുറങ്ങുകയാണ്. ഞാൻ നോർമലായിട്ട് എന്നേറ്റു ഓഫീസിൽ പോകാൻ കൂട്ടി റെഡിയായി ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പം എൻ്റെ ടൈമിങ്സ് 5 വരെയാണ്. ആക്ച്വലി ഞാൻ കുറച്ചൊരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 3 മണി വരെ വർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, അത് ഫുള്ള് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് വരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഹീ ഹാസ് നോ ഐഡിയ അബൌട്ട് ദ വ്ളോഗ്, അല്ലെങ്കിൽ എന്താ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ഫുള്ള് കാണിച്ചു തരാം, ഫുള്ളായിട്ട് ബാക്കിയൊക്കെ വഴിയേ കാണിച്ചു തരാം. അപ്പം ആദ്യം ഓഫീസിൽ പോട്ടെ ഓൾറെഡി ലേറ്റായി, ഓഫീസിൽ പോയിട്ട് വരാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് മുന്നേ ഇന്ന് നേരത്തെ വരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഉറങ്ങാൻ സമയത്താണ് ഞാൻ പോവാന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്ന് നേരത്തെ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാമല്ലോ, എനിക്ക് നേരത്തെ വരാൻ പറ്റത്തില്ലായിരിക്കും, ഒരു 6 ഒക്കെ ആകുമ്പോൾ ഞാൻ തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുടി വെട്ടാൻ പോവാം എന്നാണ് ഞാൻ പറഞ്ഞത്. സോ അറിയത്തില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റക്കേടുണ്ടാക്കി വെക്കും എന്നറിയായിരിക്കും, കാരണം സ്വഭാവം അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കും എന്നറിയാം. നോക്കാം. ഞാൻ എടുത്ത സാധനം ഉണ്ടല്ലോ, അതെൻ്റെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ഇവിടെ കുറേ സാധനം ഉണ്ടെങ്കിലും അത് തന്നെ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. സോ യെസ്, ദിസ് ഈസ് വാട്ട് ഐ ബ്രോട്ട്. ഇതെൻ്റെ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഹി ലൈക്ക് ഇറ്റ്, ബട്ട് വിൽ സീ. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു പ്ലാൻ ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പ്ലാനിൻ്റെ അങ്ങോട്ട്. സോ യെസ്, ഞാൻ പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ വീട്ടിലുണ്ടാവും എന്നാണ്, ബട്ട് വീട്ടിലില്ല, അവനൊരു ഹൈക്കിന് പോയി. സോ പ്രശ്നമില്ല, അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി ഓക്കെ ആക്കി വെക്കാം എന്ന് വിചാരിക്കുന്നു. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇരിക്കുന്നൊരു മനുഷ്യനാണ്. സോ എനിക്കറിയത്തില്ല ഇഷ്ടപ്പെടുമോ ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇവരുടെ പുതിയൊരു സ്പ്രിംഗ് കളക്ഷൻ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പെട്ടെന്നെടുത്തൊരു ഡിസിഷനായിരുന്നു. കല്യാണം കഴിക്കണം എന്ന് പോലും ചിന്തിക്കാത്ത ഞാൻ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ ഓക്കെ എൻഗേജ്മെൻറ്റ് ചെയ്യാം, പറ്റിയ ആളാണ്, എൻഗേജ്മെൻറ്റ് ചെയ്യാം ഒന്നും പറഞ്ഞിട്ട് എൻഗേജ്മെൻറ്റിന് ഒരുങ്ങിയതാണ്. ഒരു ദിവസമൊക്കെ ഭയങ്കര പെട്ടെന്ന് പോയിട്ട് തോന്നുന്നു. എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഡ്രസ്സൊക്കെ മേടിക്കാൻ തുടങ്ങിയത് ഇന്നലെ കൂട്ട് തോന്നുന്നു. ബട്ട് ഐ എം ലക്കി എന്ന് വെച്ചാൽ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാത്ത, ഒരു ഇതും ഇല്ലാത്ത ഒരു പാവ മനുഷ്യൻ എങ്ങനെ എനിക്ക് കിട്ടിയാവും. സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഹെഡിങ് ടുവേർഡ്സ് ദ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. പ്ലാൻ അനുസരിച്ച് അങ്ങോട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് നടക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ആദ്യം ചെല്ലുന്നത്, പക്ഷേ അവനായിരിക്കും ആദ്യം ചെല്ലുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, പാർട്ട് ഓഫ് ദ പ്ലാൻ. ഇവിടുന്ന് ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ജയൻറ്റിൽ പോയി അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, പരിപാടിയൊക്കെ തീർത്തിട്ട് വീട്ടിൽ പോകാം. സോ യെസ്, ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഇവിടെ എന്തിനാ വന്നതെന്ന്. യെസ്, ഫ്ലവേഴ്സ് പണ്ടോട്ട് എൻ്റെ വീക്ക്നെസ്സാണ്. അപ്പം ഇതിൽ ഒരു ഫ്ലവർ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചിട്ടാണ് വന്നത്. എന്ത് ഭംഗി, ഫ്ലവേഴ്സ് ഉണ്ട്, ലൈക്ക് സാധാ ചെടിച്ചട്ടികളുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഫ്ലവർ വേണോ, ബുക്കെ വേണോ, ചെടിച്ചട്ടി വേണോ. ചെടിച്ചട്ടി ആണെങ്കിൽ പിന്നെ ചെടികൾ കിട്ടും. കൺഫ്യൂഷൻ ആയല്ലോ. ആണെങ്കിൽ എല്ലാം മേടിക്കാനും തോന്നുന്നു. രസമാണ്. ആക്ച്വലി ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു 3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വീടെത്തും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് ബോക്സിൻ്റെ വെയിറ്റ് ആണെന്ന് തോന്നുന്നു. അവർ റാപ്പ് ചെയ്ത് തന്നെ ഗിഫ്റ്റ് ബോക്സിൻ്റെ വെയിറ്റ് ആണെന്ന് തോന്നുന്നു. മേടിച്ച സാധനത്തിന് അത്ര വെയിറ്റ് ഇല്ല, പക്ഷെ എനിക്ക് മേടിച്ച സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സ്പ്രിങ് കളറാണ്. സോ അത് അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ
ഏത് നോക്കാം. എൻ്റെ ഒരു അനുമാനം അനുസരിച്ചിട്ട് അവൻ വരാൻ ഇനി ഒരു 10-15-20 മിനിറ്റ്സും കൂടെ ഉണ്ട്. നമ്മൾ കുഞ്ഞൊരു കപ്പ് കേക്ക് മേടിച്ചു, കാരണം കേക്ക് മേടിച്ചാലും അവിടെ തിന്നാൻ ആരുമില്ല. പിന്നെ ഒരു കുഞ്ഞ് പ്ലാന്റ് മേടിച്ചു. ഞാൻ ബൊക്കെ മേടിക്കാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ പ്ലാന്റ് ആക്കിയതിൻ്റെ കാരണം ബൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പം കേടായിപ്പോവും. പ്ലാന്റ് ആകുമ്പോൾ ഇങ്ങനെ വെള്ളം കൊടുത്താൽ മതിയല്ലോ അന്ന് വെച്ചിട്ട്. പക്ഷെ വന്നിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സാധാരണ വരുന്ന ഡോറ് തുറക്കുന്നില്ല. അത് അവിടെ കിടന്ന് കുറേ നേരം അതിപ്പം പിടിച്ചു. പിന്നെ ലിഫ്റ്റ് വന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. സോ വന്നിട്ടില്ല. ഞാനാണ് ആദ്യം ഇവിടെ എത്തിയത്. ഓക്കെ, ഡോറ് തുറന്നു. ഓക്കെ, ഞാനാണ് ആദ്യം എത്തിയത്. സോ നമ്മൾ ഡോർ തുറന്ന് ഫുള്ള് സെറ്റ് ചെയ്യാം. ആ ചെടിച്ചട്ടിയിൽ നിന്ന് കുറച്ച് ചെടീൻ്റെ മറ്റേ മണ്ണ് സാധനം തേങ്ങയൊക്കെ താഴെ വീണിട്ടുണ്ട് വരുന്ന വഴിക്ക്. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. നോക്കട്ടെ, അതൊന്ന് സെറ്റാക്കി ശരിയാക്കി എടുക്കണം. ഇല്ല, പെട്ടെന്നൊരു തട്ടിക്കുട്ടി സെറ്റപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഒരു കുഞ്ഞ് ഗിഫ്റ്റ്, ഒരു പോട്ട്, ഇതെനിക്ക് തോന്നുന്നു ഹയാസിൻത്ത് അങ്ങനത്തെ എന്തോ ഒരു ഇതാണ്. പിന്നെ ഒരു കുഞ്ഞ് കപ്പ് കേക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് സർപ്രൈസ്. എനിക്ക് അറിഞ്ഞൂടാ സർപ്രൈസ്ഡ് ആവുമോ എന്ന് നോക്കാം. ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. ഇക്കിരിക്കടാ ടയർ തോന്നാ. అదే స్విచ్ అంటే చిన్న చిన్న ఎఫర్ట్. ఎందుకు తెలుసా? ఫర్ టాలరేటింగ్ మీ ఫర్ ద పాస్ట్ 1 year. 1 year కన్నా ఎక్కువనా? సో యూ టాలరేటింగ్ మీ నో? నువ్వే అంటున్నావా? ఏంటి ఇంత పెద్దగా ఉంది? బాక్సే పెద్దగా ఉంది. ఓ ఐటమ్ చిన్నగా. ఐటమ్ చిన్నగానే. అయ్యో. ఓ I'll open. Tear it. Tear it. Shoes, huh? Shoes. Chase trainer. Oh. చాలా పెద్దగా ఉంది. బాగుంది. కాదు, యువర్ సైజ్ ఓన్లీ ఇట్ ఇస్. Yeah. Generally, guys, today you know what happened during trek? My fingers are hurting because the sole is gone. This is nice. But this is spring collection for the spring color adi. బాగుంది. That is. అది కాదు. To make it straight. నైస్. ట్రై చేస్తా. చెయ్యి. ఎప్పుడు వచ్చావు నువ్వు? I thought you were. I just came now. I went to Giant for this one. నేను తినిపిస్తా. బాగా చేసి తినిపిస్తా. You know what these people? I was walking from Giant with this big things. Everybody was walking, seeing like this. You liked it, huh? రేపు ఫుల్ షో ఆఫ్ ఆఫీస్లో. రేపు సండే. ఎల్లుండి. ఎల్లుమంటే వెళ్తా రేపు కూడా. వద్దు. నువ్వు వెళ్తున్నావా? లేదు, నాకు లేదు. వెళ్తున్నావా? ఈరోజు వెళ్తాం. ఈ రోజే కదా. వదిలేసి వెళ్ళిపోయినావా రేపు యానివర్సరీకి? నేను వెళ్ళిపోవట్లేదు. చెప్పలేదు కదా వెళ్ళిపోయి. నీకు కూడా బ్రాడ్ ఎర్లియర్ ఉంది. కాదు, నాకు సర్ప్రైజ్ కావాలి. You could have hidden it inside house. No, this much and all, big and all in this house. If I hid or we are hiding it also. Hide. You will. Your Kindle. Red. Huh?
show you something. అది How చాలా is my బాగుంటుంది కలర్. Face color. ఆహా, నథింగ్ హ్యాపెన్. Nothing happened. దిస్ ఇస్ గుడ్ ఓన్లీ, నో? Super. ఇట్ ఈస్ లైట్ వెయిట్, అవునా? వెరీ కంఫర్టబుల్. Like Kada? it feels like floating. ఇట్ ఈస్ టైటా? Correct ఉంది. కరెక్ట్ సైజ్. వెరీ గుడ్. అయ్యో ఈరోజు ఇది వేసుకొని వెళ్ళుంటే ట్రెక్, కానీ ట్రెక్కి వేసుకెళ్ళాను నేను. ఆఫ్టర్ మై ఫీట్ ఆర్ హర్టింగ్. They'll give one protector spray next time. I'll take it from there for rain and dirt and mud and everything. It is very nice. మరి నీకేం కొనుక్కోలేదా? ఏంటి? నువ్వు బ్యాగ్ కావాలన్నా? ఏది? నా ఫింగర్స్ కట్ అయినట్టున్నాయి లోపల. ఐ షో యూ. Get out of my way. Get out of my way. చాలా బాగుందా? చాలా బాగుంది. చూడు ఒకసారి సైడ్ నుంచి చూడు. అది నీ ప్యాంట్ సెట్ అవ్వట్లే కానీ నా ఇంజురీస్ చూపిస్తా. రివ్యూస్ ఏమైనా ఉన్నాయా? చాలా కంఫర్టబుల్గా ఉంది. ఇంకా లైక్ ఫ్లోట్ అవుతున్నట్టు అనిపిస్తుంది, ఎందుకంటే నేను కుషనింగ్ చాలా బాగుంది. ఇంకా సోల్ థిక్ ఉంది, కుషనింగ్ బాగుంది. నాకు మోడల్ నచ్చింది. Oh. అది నీ ఎవరి ప్రిఫరెన్స్? అది నా సెలెక్షన్. గుడ్, అదే చెప్తున్నాను. బాగుంది. చాలా బాయ్ టు బ్లాగ్. బట్ లైక్ క్రాప్ చేసి నేను ఎక్కడైతే మంచిగా కనిపిస్తున్నాను అదే పెట్టి. പത്രയുള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗ്.